ഞാൻ ഈ മോളെ ഞാൻ അറിയുള്ളൂ. ഞാൻ ഈ മോളുമായിട്ട് എവിടെയോ ഒരു വേദി പങ്കെടുത്തില്ല. മക്കളെ ഇല്ലേ, പങ്കെടുത്തിട്ടില്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ്. ഔപചാരികമായി നിമിഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്തു. സ്നേഹിച്ച് മഹാബലിയെന്ന മഹാതിരു മനസ്സ് ഭരിച്ചിരുന്ന ആർഷഭാരത സംസ്കാരത്തിന്റെ ഗീറ്റിലുമെന്ന് നമ്മൾ വിശേഷിപ്പിച്ച് ആ പരശുരാമന്റെ മാനസപുത്രി ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മുടെ കേരളത്തിന്റെ ദേശീയ നാടായ കൊല്ലം ജില്ലയിലെ ചരിത്ര പ്രശസ്തമായ പുനലൂർ രുചിയുടെ പുതുക്കൂട്ടുമായി രണ്ടാമത്തെ ഷോറൂം ജാവി സൗകര്യം നടത്താൻ അവസരമൊരുക്കിയതിന്റെ മാനേജ്മെന്റിനുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് അതിലുപരി പ്രൗഢഗംഭീരമായ സദസ്സുരിക്ക് ഞങ്ങൾ മാന്യമായി പ്രോത്സാഹിപ്പിക്കാനെത്തിയ കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാരെ ആദരിക്കുന്ന ഈ നാട്ടിലെ ഓരോ കലാപ്രേമികൾക്കുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന മനോഹരങ്ങളായ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നാഗർകോവിൽ ഓസ്കാർ മ്യൂസിക് മീഡിയ ഒരുക്കുന്ന ദ 100% ഫാമിലി മ്യൂസിക്കൽ എന്റർടൈനർ ഫെസ്റ്റിവൽ നൈറ്റ് മെഗാഹിറ്റ് ഗാനമേളയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും കൃത്യമായ സ്വാഗതം. തന്നെ പ്രൗഢഗംഭീരമായ സദസ്സിൽ നിന്ന് പ്രൗഢഗംഭീരമായ ഒരു കയ്യടി തരാമോ? അതാണ് നമുക്ക് വേണ്ടത്. ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും, വണക്കം, വന്ദനം, നമസ്കാരം, നമസ്തേ. പ്രപഞ്ച സാരാംശങ്ങളെ സ്വന്തം ഗർഭത്തിൽ ഏറ്റുവാങ്ങി ജീവജാലങ്ങളെ തന്റെ നെഞ്ചിൽ ലാലിച്ചു വളർത്തിയ ഈ നീലസുന്ദരി, ഈ സർവംസഖിയായ അമ്മയുടെ പെരുമാറിലൂടെ ഒരുപാട് നന്മകളും ഒരുപിടി തിന്മകളും നമുക്ക് സമ്മാനിച്ച് ദിനങ്ങളായി നമ്മളിലൂടെ കഴിഞ്ഞുപോയ എത്രയോ വർഷങ്ങൾ മതസൗഹാർദ്ദത്തിന്റെയും മാനവ സ്നേഹത്തിന്റെയും 1000 പുതുപുലിച്ചും വീശട്ടെ. അതോടൊപ്പം നിങ്ങൾക്ക് ഏവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും 1000 ഒരു സായാഹ്നം നേർന്നുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി കൃത്യമായ സ്വാഗതം. മറ്റേത് കലാരൂപങ്ങളായാലും അതിലേക്ക് വിജയത്തിന്റെ പ്രചോദനമെന്ന് മാത്രമാണ് കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാരെ ആദരിക്കുന്ന നിങ്ങളുടെ പ്രോത്സാഹനം, സഹകരണം, നിർദ്ദേശം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ഇതിൽ ഓരോ കലാകാരനും വലിയ കലാകാരിയായിരിക്കും ഇന്ന് ഈ വേദി പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഈ നാടിന്റെ ഈ പുനലൂരിന്റെ ആ വിലയേറിയ പ്രോത്സാഹനം ഒരിക്കൽ കൂടി ഒന്ന് കാണട്ടെ. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഇന്ത്യയിൽ എവിടെയായാലും അമേരിക്കയിലായാലും ടാക്സ് ഇല്ലാത്ത ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ കൈയടിക്കാൻ. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് പതക്കപ്പെടുന്ന പോലെ പോരട്ടെ ഒരു കൈയടിയും കൂടെ. Performance is once again, good evening ladies and gentlemen, a very warm welcome to all of you to the grand inauguration function of Javi Cinema Restaurant. ഒരിക്കൽ കൂടി ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. അതോടൊപ്പം തന്നെ നമ്മളേവരും മച്ച് വെയിറ്റഡ് ആയിട്ടിരുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആദരണീയനായ മന്ത്രി ശ്രീമാൻ കെ വി ഗണേഷ് കുമാർ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. Our honorable minister ശ്രീമാൻ കെ വി ഗണേഷ് കുമാർ സാർ, welcome to the dais please. വേണ്ട മോളെ, ബുക്ക് വേണ്ട, ഒരിക്കൽ വാങ്ങിച്ചു മതി. ഞാൻ പൂച്ചെണ്ട് വാങ്ങിക്കുന്ന ആളല്ല, എന്നാലും ജയമോൻ തന്നപ്പം ഞാനത് വാങ്ങിച്ചൊന്നുണ്ടേ ഉള്ളൂ. പൂച്ചെണ്ട്, മൊമൻറ്റോ തുടങ്ങിയ സാധനങ്ങൾ തന്നാൽ തരാതിരിക്കാൻ ശ്രമിക്കുക. തന്നാൽ അവിടെ തന്നെ തന്നിട്ട് പോകും, ഒരു സംഭാവനയായിട്ട്. ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാർ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്നിരിക്കുന്നത് ജാൻവി സിനിമ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ 2ാമത്തെ ശാഖയാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ എനിക്ക് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഉടമസ്ഥരെ പോലെ തന്നെ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. ആദ്യത്തെ റെസ്റ്റോറൻറ്റ് വിജയിച്ചതിൻ്റെ സന്തോഷം അവരെ ഉള്ളിലുണ്ട്. ഇന്നലെ ആ റെസ്റ്റോറൻറ്റിൻ്റെ 4 വർഷം പൂർത്തിയാക്കി. ഇന്ന് ഒരു ദിവസം, 1-ാം ദിവസം. അപ്പോൾ 4 വർഷം 1-ാം ദിവസത്തിൽ ദൈവനിയോഗം പോലെ വീണ്ടും സിനിമ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചു. വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ നാട്ടുകാരാണ് ജയമോഹൻ, പക്ഷേ ഞാൻ കൊല്ലത്തുകാരനാണെന്നാണ് വിചാരിച്ചത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഫാറൂഖും
നമ്മളെ അൻസാർക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമുക്കറിയാം, നമ്മൾ വീട്ടിൽ തന്നെ ആഹാരം വെച്ചാൽ അച്ഛനൊരു ടേസ്റ്റ്, അമ്മയ്ക്കൊരു ടേസ്റ്റ്, മക്കൾക്കൊരു ടേസ്റ്റ്, കൊച്ചുമക്കൾക്ക് വേറൊരു സാധനമാണ്. പിന്നെ നിർബന്ധപൂർവ്വം നമ്മൾ രാത്രി കഞ്ഞിയും പയറും വയ്ക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അഭിപ്രായം ചോദിച്ചാൽ കൊച്ചുമക്കൾക്ക് രാത്രി ചിക്കൻ വേണം, അച്ഛന് കഞ്ഞി വേണം, അമ്മൂമ്മയ്ക്ക് കഞ്ഞിയും പയറും, പിന്നെ ഡയബറ്റിക് ഉണ്ടോ എന്ന് സംശയം വരാതിരിക്കാൻ വേണ്ടി, അത് വരുത്താൻ വേണ്ടി ചപ്പാത്തി കഴിക്കുന്നവരും ഉണ്ടാകും. ഈ ചപ്പാത്തി കഴിച്ചാൽ ഡയബറ്റിക് വരും കേട്ടോ. ഇത് വലിയൊരു സ്ട്രെയിനുള്ള പണിയാണ്. ഞാനിന്ന് ചോദിച്ചു, ഒരെണ്ണം നടത്തി പണി പഠിച്ചു കഴിഞ്ഞു. ഒരെണ്ണം നടത്തി പണി പഠിച്ചു കഴിഞ്ഞാൽ 15 എണ്ണം തുടങ്ങിയാൽ ഒരു കുഴപ്പമില്ല, നടത്തി കൊണ്ടുപോകാം. ആ 15 എണ്ണം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഞാൻ എപ്പോഴും ഒരു സ്ഥാപനത്തിന് വിളക്ക് കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നാട മുറിക്കുന്നതിനിപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇവരെന്നെ വിളിച്ചു, എന്നെ കൊണ്ടത് ചെയ്യിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവരച്ഛനും അമ്മയുമാണ്. ഒരുപക്ഷെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ നന്നാകണം എന്ന് ആഗ്രഹിച്ച് തിരി തെളിക്കുക. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. MLA ആയതുകൊണ്ടോ മന്ത്രി ആയതുകൊണ്ടോ സിനിമാ നടനായതുകൊണ്ടോ ഉദ്ഘാടനം ചെയ്യുന്നതിനപ്പുറം ഞാൻ ഏത് സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോഴും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കും. ഇപ്പോഴും അവരെന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്നവർ പത്തനാപുരത്തുകാരാണ്, മാങ്കോട്ടുകാരാണ്. എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് ചേട്ടൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിലേ തുടങ്ങുന്നുള്ളൂ എന്ന് പറയും. ആ ഡേറ്റ് വാങ്ങിച്ചിട്ട് അവർ തുടങ്ങുള്ളൂ. അതൊരു സ്നേഹമാണ്. ആ സ്നേഹം ജയമോഹൻ എന്നോട് കാണിച്ചതിൽ സന്തോഷമുണ്ട്. എന്നെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് എൻ്റെ മഹത്വം കൊണ്ടല്ല, എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കണമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ പലരും പറയും, ആളുകളൊക്കെ എൻ്റെ കൂടെ സെൽഫി എടുക്കാൻ വലിയ ആഗ്രഹം ചുമ്മാതെയാണ്. കാരണം ഈ നമ്മുടെ മഹത്വം കൊണ്ടല്ല, ഈ വന്ന് എടുക്കുന്നവരുടെ മഹത്വം കൊണ്ടാണ് നമ്മളോട് സെൽഫി എടുക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നി. ദൈവം നമ്മളെ കൂടെ ഒരു സെൽഫി എടുക്കണമെന്ന് മറ്റൊരാൾക്ക് തോന്നാൻ ആഗ്രഹം കൊടുക്കുന്നുണ്ടല്ലേ നമ്മൾ. ഞാൻ മഹാനായതുകൊണ്ടാണ് എൻ്റെ ഇന്ന് ഫോട്ടോ എടുക്കുന്നതല്ല. ഗണേഷ് കുമാർ വരുന്നു, അയാളെ കൂടെ നിന്ന് എനിക്കൊരു പടം എടുക്കണം എന്നും മറ്റൊരാൾക്ക് തോന്നി. ഇപ്പോൾ അവിടെ മാറി നിന്നാൽ പോലെ എന്നിട്ട് ഇയാളെ കൂടെ എന്തെങ്കിലും സെൽഫി അവൻ്റെ പാട്ടിന് പോട്ടെന്ന് വിചാരിച്ചാൽ പോലെ. അങ്ങനെയല്ല, അയാളെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്ത് എൻ്റെ ഫോണിൽ എനിക്ക് വേണം, ഒന്ന് കാണാൻ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ കാണിക്കാൻ, എനിക്കൊന്ന് ഫേസ്ബുക്കിൽ ഇടാൻ എന്നും നിങ്ങൾക്കൊരാഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഭാഗ്യമായിട്ടാണ്. നിങ്ങളെ മഹാനായ അദ്ദേഹത്തിനോടൊന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെയല്ല. എന്നെ ഇങ്ങനൊരു ചടങ്ങിന് ക്ഷണിക്കാൻ അവർ മനസ്സ് വയ്ക്കുകയും എന്നെ കിട്ടിയിട്ടേ ചെയ്യുമെന്ന് വാശി പിടിക്കുകയും ചെയ്തത് എൻ്റെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പുതിയ സ്ഥാപനം പുനലൂരിലെ ഒരുപാട് നല്ല സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലമാണ് പുനലൂർ. നഗരമെന്ന നിലയിൽ വളരെ വികസിച്ച് നിൽക്കുന്ന പുനലൂരിൽ ഈ ഒരു സ്ഥാപനം ഒരു അനുഗ്രഹമായി മാറട്ടെ. അപ്പം നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്, ഇപ്പോൾ പത്തനാപുരത്തെ MLA എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുന്നത്, ഇന്ന് ഞാനും ഫറൂഖിനോട് വെച്ച് പറഞ്ഞു, പത്തനാപുരത്ത് വന്ന് ഒരെണ്ണം തുടങ്ങണം. കാരണം പത്തനാപുരത്ത് എല്ലാമായി 2 കാര്യങ്ങൾക്കേ കുറവുള്ളൂ. ഒന്നൊരു നല്ല ആശുപത്രിക്കും ഒരു നല്ല ഹോട്ടൽ. കാരണം നല്ലൊരു ആശുപത്രി പണിഞ്ഞിടാം, അവിടെ പോയൊരു ലൈഫില്ല എന്ന് തോന്നിയാൽ കാലം മാറിപ്പോയി. കുഗ്രാമങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളുടെയൊക്കെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ കേരളം മുഴുവൻ നഗരമായിട്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു ഹോസ്പിറ്റൽ, വലിയൊരു ഹോസ്പിറ്റൽ പണിയുമ്പോൾ അവിടെ വരാൻ പോകുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, അവിടെ മറ്റ് സ്റ്റാഫുകൾ, അവരുടെ കുടുംബത്തിനും അവർക്കും ജോലി കഴിഞ്ഞാൽ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ പറ്റിയ സിനിമാ തിയേറ്ററുകളും നല്ല റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അവിടെ വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ അതുകൂടി മാക്കണം. അവരുടെ മാനസികാവസ്ഥ കൂടി പരിശോധിക്കണം. അല്ല, ഞാൻ ഇവിടെ ഇയാളെ നിയമിച്ചിരിക്കുന്നു, ഗവൺമെൻറ് ഇന്ന ഡോക്ടറെ നിയമിച്ചു, മര്യാദയ്ക്ക് പോയി അടിമകളുടെ കാലമൊന്നുമല്ല, അവരോട് ഇപ്പൊന്നുമല്ല. ഇപ്പം ഞാൻ KSRTC ബസ്സുകൾ നല്ല റെസ്റ്റോറൻറ്റ് എടുത്താൽ ആർക്കും നാട്ട് ചില ആളുകൾക്ക് എന്തെങ്കിലും കൈമടക്കം കിട്ടുന്ന ആളുകൾക്ക് ഒരു ചെറിയ വിഷമമുണ്ട്. അതൊഴിച്ചാൽ അപ്പോൾ ഇത് ആദ്യത്തെ ദിവസത്തിന് അട്ടിമറിക്കണം. അപ്പം ചെന്ന് ഇറങ്ങിയപ്പോഴും ഡ്രൈവർക്കും കണ്ടക്ടറും ഫ്രീ ആണെന്ന് പറഞ്ഞു. എന്നാൽ ഐക്കൂറ പോരട്ടെ എന്ന് പറഞ്ഞു. ഇത് ഒട്ടും കുറച്ചില്ല, നെന്മീനും ഐക്കൂറൊക്കെ പോരട്ടെ എന്ന് പറഞ്ഞു. വെച്ചാൽ ഇത് അട്ടിമറിക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ ഇനി ഓടിക്കണ്ട എന്ന് പറഞ്ഞു. അത്രയുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. കാരണം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറയുന്നത് തന്നെ ശരിയാണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷേ എന്നാലും ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒരു കോംപ്ലിമെൻ്റ് കിട്ടിക്കോട്ടെ എന്ന് തീരുമാനിച്ചതാണ്. ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചതാണ്. അത് കുറ്റകരമായ അവർ അഴിമതിയൊന്നും നടത്തുന്നില്ലല്ലോ. അവർ ഭക്ഷണം കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. അത് കൊടുക്കാൻ ഹോട്ടലുകാർ തയ്യാറാണ്. വന്നപ്പോൾ ഒന്ന് എതിർത്തു, പക്ഷേ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ നോക്കിയുള്ളൂ. ഇപ്പം എന്ത് പറ്റി? ഒന്നുമില്ലെങ്കിൽ സ്ത്രീകളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി എങ്കിലും ആ റെസ്റ്റോറൻറ്റിനകത്ത് കാണും. അവിടുന്ന് ആഹാരം കഴിക്കാം, നല്ല ഫുഡ് കഴിക്കാം. അതൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്കൊരു പക്ഷേ അത് യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് സത്യം. KSRTCയുടെ ഇത്തരം കണ്ടുപിടുത്തം യാത്രക്കാർ കുടുംബസമേതം യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സിനിമ
ജയമോഹൻ വീക്ക്നെസ് ആണ്. അതുകൊണ്ടാണ് സിനിമ പ്രൊജക്ടർ അടക്കം എല്ലാം ഞാൻ ഇത് എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവർക്കൊരു ക്ലാസ് കൊടുത്തു. കാരണം ഞാൻ കുട്ടിക്കാലത്ത് സിനിമ കാണാൻ പോകുന്നത് സിനിമയ്ക്ക് പോയല്ല, അച്ഛനോടെ അമ്മയോടെ സിനിമയ്ക്ക് പോയാൽ കൊട്ടാരക്കര വീനസ് തിയേറ്ററിലെ ക്യാബിനിൽ കയറിപ്പോയി ഓപ്പറേറ്റർ എടുത്തുനിന്ന് ഇതെങ്ങനെ തിരിക്കുന്നത് പഠിക്കും, കാർബൺ എങ്ങനെ അടുപ്പിക്കുന്നത്, ഫിലിം എങ്ങനെ ത്രെഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഫിലിം കൊണ്ടുപോയി ത്രെഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ടെക്നോളജി ആയിരുന്നു പണ്ടും ഇഷ്ടം. അപ്പം അച്ഛൻ പറയും ഒരു എഞ്ചിനീയർ ആക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എഞ്ചിനീയർ ആയില്ല, പകരം സിനിമ നടന്നു. പിന്നെ പൊതുപ്രവർത്തകനുമായി മാറി എന്നുള്ളത് ദൈവവിധിയാണ്. അപ്പോൾ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് ഞാൻ പറയാം. കേരളത്തിലെ സിനിമാ തിയേറ്ററുകളിൽ കുടുംബസമേതം പോകാൻ നമുക്ക് അവസരം ഉണ്ടായത് 2011 ഞാൻ മന്ത്രിയായതിനു ശേഷം. സത്യമല്ലേ? കാരണം കുടുംബസമേതം പോകാൻ പറ്റില്ല. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് പോയിരുന്ന പറയുന്ന ചവിട്ടായി കുത്തായി രാവിലെ ബ്ലൗസിൽ നിന്ന് ഒരു പിന്നൂരി കൈവശം നൂത്തിട്ട് വേണം ഇരിക്കാൻ. ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പോൾ അന്തസ്സായിട്ട് കുടുംബസമേതം പോയിരുന്ന സിനിമ കാണാം. നല്ല സന്തോഷമായിട്ട്. ചേട്ടാ ഞാൻ നീട്ടുന്നില്ല. പ്രേമേന്ദ്രൻ ചേട്ടൻ ഒരു നല്ല പ്രസംഗമൊക്കെ ഉണ്ട്. നമ്മൾ വയറ് നിറയുക എന്ന് പറയില്ലേ, അതിനു വേണ്ടിയിട്ട് പ്രേമേന്ദ്രൻ്റെ വഴി മാറുകയാണ്. എത്ര സന്തോഷത്തോടെ ഇവർക്ക് ഏറ്റവും നല്ല ഒരു റെസ്റ്റോറൻ്റായി പുനലൂരത്തെ ഈ മേഖലയിൽ ഏറ്റവും നല്ല റെസ്റ്റോറൻ്റായി നടത്തി ഒരു വിജയം നൽകട്ടെ ദൈവം എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ മോളെ ഞാൻ അറിയുമല്ലോ. ഞാൻ ഈ മോളുമായിട്ട് എവിടെയോ ഒരു വേദി പങ്കിട്ടില്ലേ മകളെ? ഇല്ലേ, പങ്കെടുത്തിട്ടില്ലേ? ഞാൻ മോളുമായിട്ടൊരു വേദി പങ്കിട്ട് എന്നെ ഓർക്കുന്നു. എൻ്റെ പാട്ട് പാടി നല്ല മോൾക്ക് ആദരവ് വന്നൊരു ചടങ്ങിൽ പങ്കെടുത്തു. മോളെ പാട്ട് ഗംഭീരമായിരുന്നു കേട്ടോ. ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു അവിടെ. ആ മുടിക്കെട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആളെ ഓർമ്മ വന്നു. ഏതായാലും മുടിമുടുക്കി നന്നായി പാടി കേട്ടോ മോളെ. അഭിനന്ദനങ്ങൾ. ഇത്രയും നല്ല പാട്ട് പാടും. അന്നേ കൊച്ചിലെ പാടും. കുറച്ചുകൂടെ കുഞ്ഞായിരിക്കും ഇവിടെ ഞാൻ കാണുന്നത്. അപ്പോഴാണ് മോള് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോള് പാടുന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇത്രയും നന്നായി പാടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ധൈര്യത്തിനും ആ ഒരു ശക്തിക്കും അതിലുപരി ദൈവത്തിൻ്റെ ഒരു കരുണയ്ക്കും നന്ദി പറയും. ഒത്തിരി സന്തോഷത്തോടെ ഈ സ്ഥാപനത്തിൻ്റെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ദൈവനാമത്തിൽ നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you so much for your valuable words and blessings. അടുത്തതായിട്ട് കൊല്ലം MP മിസ്റ്റർ N.K. പ്രേമചന്ദ്രൻ സാറിനെ ഏറെ സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സർ, വെൽക്കം ടു ദി റൈസ് പ്ലീസ്. സംരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട മന്ത്രി, നമ്മുടെ എല്ലാവരുടെയും ബഹുമാന്യ സുഹൃത്ത് സഹപ്രവർത്തകൻ ശ്രീ KB ഗണേഷ് കുമാർ, മറ്റ് ബഹുമാന്യരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സിനിമ റെസ്റ്റോറന്റ് എന്ന പേരിൽ പുനലൂർ നഗരത്തിൽ ആരംഭിക്കുന്ന ഈ ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ സംരംഭമാണ്. കൊല്ലത്തായിരുന്നു ഇതിൻ്റെ ആദ്യ സംരംഭം. വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാമത്തെ സംരംഭം എന്ന നിലയിൽ ഇന്ന് ശ്രീ ജയമോഹന്റെ നേതൃത്വത്തിലുള്ള ഈ റെസ്റ്റോറൻറ്റും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ സൗകര്യങ്ങളും. Thank you so much. പുനലൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പുഷ്പലത മേഡത്തിനെ ഏറെ സ്നേഹപൂർവ്വം തന്നെ വിഷൻ ഫംഗ്ഷന് ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നതും ഓരോ വിശിഷ്ട വ്യക്തികളോടുമുള്ള വിനീതമായ നമസ്കാരം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അതുപോലെ പ്രത്യേക നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് വികസനകാര്യ അവരൊക്കെ വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എത്തിച്ചേർന്ന എല്ലാവർക്കും നഗരസഭയുടെയും എൻ്റെയും വ്യക്തിപരമായ പേരിലുള്ള സ്നേഹ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്.